ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കാം. ഒരു സാമ്പത്തിക ഞെരുക്കമായിരിക്കാം, ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, കുടുംബത്തിനകത്ത് സമാധാനമില്ലാത്ത അവസ്ഥകളായിരിക്കാം, കുടുംബ ജീവിതങ്ങളിലെ പ്രശ്നങ്ങളായിരിക്കാം. നമുക്ക് അതിജീവിക്കുവാൻ അസാധ്യമാണ്, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ഇത് തരണം ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള തരത്തിലുള്ള സാഹചര്യങ്ങളുമായിരിക്കാം. പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു വലിയ മല്ലൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടും. ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേൽ മക്കളും ചിന്തിച്ചത് അങ്ങനെയാണ്. പൊക്കമുള്ള മല്ലനായ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾ എല്ലാവരും പേടിച്ച് വിറച്ചു. കാരണം അവരോരോരുത്തരും ഫോക്കസ് ചെയ്തത് മല്ലനായ ഗോലിയാത്തിലായിരുന്നു. അതായത് ആ മല്ലൻ എത്ര വലുതാണ് എന്നുള്ള കാര്യത്തിലായിരുന്നു അവരെല്ലാവരും ഫോക്കസ് ചെയ്തത്. എന്നാൽ ദാവീദ് വ്യത്യസ്തമായ ഒരു കാര്യം കണ്ടു. എന്താണ് ദാവീദ് വ്യത്യസ്തമായിട്ട് കണ്ട ഒരു കാര്യം? 1 ശമൂവേൽ 17 അതിൻ്റെ 45-46 വാക്യങ്ങൾ. ഈ 2 വാക്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം ഉത്സാഹപ്പെടുത്തിയ വാക്യങ്ങളാണ്. പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്നതും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നുള്ളതും ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കും. 1 ശമൂവേൽ 17 45-46 ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്: നീ വാളും കുന്തവും വേലുമായി എനിക്കെതിരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിനക്കെതിരെ വരുന്നു. ദാവീദ് പറഞ്ഞൊരു കാര്യം കണ്ടോ? നീ എൻ്റെ നേരെ വാളും കുന്തവും ഒക്കെ ആയിട്ടാണ് വരുന്നത്, പക്ഷേ ഞാൻ വരുന്നതോ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ. മല്ലനായ ഗോലിയാത്ത് ചെറിയവനാണ് എന്ന് ദാവീദ് പറഞ്ഞില്ല. പക്ഷേ ദാവീദിനറിയാമായിരുന്നു ഗോലിയാത്ത് വലിയവനായിരിക്കാം, പക്ഷേ അവനേക്കാളും വലിയവരാണ് എൻ്റെ ദൈവം, സൈന്യങ്ങളുടെ യഹോവ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിനക്കെതിരെ വരുന്നു. അടുത്ത വാക്യം കേട്ടോളണേ: യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ച് കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. മറ്റുള്ളവർ പ്രശ്നത്തെ വലുതായിട്ട് കണ്ടു. നമുക്ക് ഈ പ്രശ്നത്തെ തരണം ചെയ്യുവാൻ കഴിയുകയില്ല, ഈ മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് അവർ ചിന്തിച്ചപ്പോൾ ദാവീദ് ചിന്തിച്ചു, എത്ര വലിയ മല്ലനായിരുന്നാലും സകലത്തിൻ്റെയും മുകളിൽ എല്ലാത്തിലും വലിയവരായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സകലത്തിനെയും അതിജീവിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം വലുതായിരിക്കാം, എന്നാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം ആ പ്രശ്നങ്ങളെക്കാളും സകലത്തെക്കാളും വലിയവരാണ് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം.